നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അപകടകാരിയായ രോഗാണുക്കൾ അടങ്ങിയ അരി റഷ്യയ്ക്ക് നൽകിയ നടപടിയിൽ പാകിസ്ഥാന് കനത്ത താക്കീത് നൽകിയ റഷ്യ പാകിസ്ഥാനിൽ നിന്നുള്ള അരി കയറ്റുമതിയിൽ മെഗാസെലിയ സ്കെലാരിസ് എന്ന മാരക രോഗാണുവിനെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ് സന്ദേശം റഷ്യൻ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. റഷ്യയുടെ ഫെഡറൽ സർവീസ് ഫോർ വെറ്റിനറി ആൻഡ് ഫൈറ്റോസാനിറ്ററി സർവൈലൻസ് ആണ് വിജ്ഞാനം പുറപ്പെടുവിച്ചത്. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ റഷ്യയിലെ പാകിസ്ഥാന്റെ വ്യാപാര പ്രതിനിധിയെ വിഷയത്തിൽ അടിയന്തര അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇത്തരം ലംഘനങ്ങൾക്കെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ റഷ്യൻ അധികൃതർ പാകിസ്ഥാൻ എംബസിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം 2019 പാകിസ്ഥാനിൽ നിന്നുള്ള അരി ഇറക്കുമതി റഷ്യ മുമ്പ് നിരോധിച്ചതിനാൽ ഈ മുന്നറിയിപ്പ് കാണപ്പെടേണ്ടതാണ്. അതുപോലെ 2006 ഡിസംബറിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതിയും റഷ്യ പൂർണ്ണമായി നിർത്തിവെച്ചിരുന്നു. ഇന്ത്യ തങ്ങളുടെ ബസുമതി അരിയുടെ കയറ്റുമതി തൽക്കാലം നിർത്തിവെച്ചതിനാൽ ലോകത്ത് അരിയുടെ ക്ഷാമം ഉള്ളതിനാലാണ് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനിൽ നിന്നും അരി വാങ്ങുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ട് മാത്രം മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി എന്ന നിലപാടാണ് രാജ്യം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ ലോക വിപണിയിൽ നിന്ന് തൽക്കാലം പിന്തിരിഞ്ഞു നിൽക്കുന്നതിനാൽ ആ അവസരം മുതലാക്കിയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള അരി റഷ്യ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൽ മാരക രോഗാണുക്കളുടെ സാന്നിധ്യം റഷ്യയെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ചൈനയിലെ പല മാരക രോഗാണുക്കളുടെയും പരീക്ഷണശാലയാണ് പാകിസ്ഥാൻ എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ലോകരാജ്യങ്ങളെ നേരിട്ടല്ലാതെ ആക്രമിക്കുവാൻ ചൈന പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന രോഗാണുക്കളെ വളർത്തുന്നുണ്ടെന്നും സ്വന്തം രാജ്യത്തെ കൂടാതെ ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത പാകിസ്ഥാനെയും അവർ അതിനായി ഉപയോഗിക്കാറുണ്ടെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് റഷ്യ പാകിസ്ഥാന്റെ ഈ നടപടിയെ സംശയത്തോടെ കാണുന്നത്. അങ്ങനെ വല്ലതും പാകിസ്ഥാനിൽ നടത്തിയെങ്കിൽ അവർ അവരുടെ ജീവിതകാലത്ത് ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായിരിക്കും അത് എന്നേ പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.